ഇന്ന് കണ്ട രണ്ട് വാർത്തകളാണ്. ഫേസ്ബുക്കിൽ നിന്ന് കിട്ടിയതാണ്. പാലക്കാട് അസംബ്ലി നിയോജക മണ്ഡലത്തിലെ വോട്ടർമാരോടാണ്. 2021 15-ാം കേരള നിയമസഭയിലേക്ക് നടന്ന തിരഞ്ഞെടുപ്പിൽ നിങ്ങൾ തോൽപ്പിച്ച ശ്രീധരൻ എന്ന മനുഷ്യൻ അദ്ദേഹത്തിന്റെ 93-ാം വയസ്സിലും ഈ നാടിന്റെ വികസനത്തിനായി തെക്ക് മുതൽ വടക്ക് വരെ ലക്ഷക്കണക്കിന് ജനങ്ങൾക്ക് ഉപകാരപ്പെടുന്ന അതിവേഗ റെയിൽവേ ലൈൻ ആയി അതിനായി ഓടി നടക്കുന്നു. ഈ മനുഷ്യനെ തോൽപ്പിച്ചിട്ട് പകരം നിങ്ങൾ ജയിപ്പിച്ച എം.എൽ.എ 3 വർഷം കഴിഞ്ഞപ്പോൾ നിങ്ങളെ പെരുവഴിയിൽ ഉപേക്ഷിച്ചു പോയി എന്ന് മാത്രമല്ല, വീട്ടിൽ കയറ്റാൻ കൊള്ളാത്ത ഒരാഭാസനെ നിങ്ങൾക്ക് മേൽ അടിച്ചേൽപ്പിച്ചാണ് പോയത്. എവിടെ നിങ്ങളുടെ 36 വയസ്സുകാരനായ യുവത്വം തുടിക്കുന്ന എം.എൽ.എ? തുടിപ്പ് കൂടുതലായതുകൊണ്ട് മൂന്നാമത്തെ ബലാത്സംഗ കേസിൽ അകത്തായിട്ട് നാളുകൾ കുറെയായി. നിങ്ങൾ അവഗണിച്ചയാൾ നിങ്ങൾക്കായി, നമുക്കായി അദ്ദേഹത്തിന്റെ വാർദ്ധക്യത്തിലും പണിയെടുക്കുന്നു. നിങ്ങൾ ജയിപ്പിച്ച എം.എൽ.എ ആക്കിയയാളോ? നിങ്ങൾ തോൽപ്പിച്ച ശ്രീധരൻ എന്ന വന്ധ്യവയോധികൻ കേരളത്തിന്റെ അതിവേഗ റെയിൽപാതയ്ക്കായി എഴുത്തുകുത്തുകൾ നടത്തുമ്പോൾ നിങ്ങൾ ജയിപ്പിച്ച ചെറുപ്പക്കാരൻ എം.എൽ.എ രാഹുൽ മാങ്കൂട്ടത്തിൽ താൻ പ്രതിയായ മൂന്നാമത്തെ ബലാത്സംഗ കേസിലും ജാമ്യത്തിനായി ജയിലിൽ കിടന്ന് ജാമ്യാപേക്ഷ ഒപ്പിടുകയാണ്. നന്ദികേട് ഇനിയെങ്കിലും കാണിക്കരുത്. തിരിച്ചറിയുക കേരളമേ.